നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അതിനോടൊപ്പം കുറച്ച് ഗാർഡൻ ടൂറ്, ഒക്ടോബറിൽ വിരിഞ്ഞ കുറച്ച് പൂക്കളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഗാർഡൻ ടൂറ്. കാരണം ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഈ പൂക്കളുടെ ഫോട്ടോസൊക്കെ കണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഗാർഡൻ ടൂറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹാലോവിൻ ആയിരുന്നു ഒക്ടോബർ 31-ന്. അത് ഞങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്, അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് ഷോപ്പിംഗ്, അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും കണ്ടു നോക്കൂ. ഇത് നമ്മുടെ നാട്ടിൽ ജമന്തിയാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തിലാണ് ഇത് പൂവിടുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾ സീസണിൽ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതിനും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനും നല്ലതാണ്. നിറച്ച് പൂവിടും. ഇവിടുത്തെ ഒരു മണ്ണിൻ്റെയൊക്കെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഏത് ചെടി വെച്ചാലും നന്നായിട്ട് കാട് പോലെ വളരുകയും ചെയ്യും, നിറച്ച് പൂവിടുകയും ചെയ്യും. സ്പ്രിംഗ് ടൈമിൽ ഞാനിവിടെ മുല്ലയും കനകാമ്പരവും ഒക്കെ ആയിരുന്നു വെച്ചിരുന്നത്. ഇപ്പം തണുപ്പ് തുടങ്ങിയപ്പം അതെല്ലാം അകത്ത് കയറ്റി ഇനിയും ഈ ഒരു ജമന്തിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ അതിന് ക്രിസാന്തമം അല്ലെങ്കിൽ മംസ് പ്ലാന്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ചെടികൾ, പിന്നെ കുറച്ച് പംകിന്, ഫ്രഷ് പംകിനൊക്കെയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഫോൾ സീസണിൽ വെക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും വെള്ളക്കടലയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ പുട്ടിന് മുകളിൽ തേങ്ങയ്ക്ക് പകരം ക്യാരറ്റ് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പുട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സീസണിന് പറ്റിയ ഒരു കളർ കോമ്പിനേഷൻ പോലെ തോന്നി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വീക്കെൻഡാണ്, പുറത്ത് കുറച്ച് പണിയുള്ള ദിവസമാണ്. അപ്പം തണുപ്പ് തുടങ്ങിയത് കാരണം നമ്മുടെ പുറത്തിരിക്കുന്ന ചെടികളൊക്കെ എടുത്തൊന്ന് അകത്താക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് നശിച്ചു പോകും. അപ്പോൾ ഞാൻ കുറേയൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും കൂടാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ സൂര്യപ്രകാശം കിട്ടി വളരുന്ന പോലെ നമ്മുടെ റൂമിനുള്ളിൽ ഇരുന്ന് ഇത് വളരത്തില്ല. ഇനി ഇതൊരു ഡോർമെന്റ് സ്റ്റേജിലായിരിക്കും. ഇനി അടുത്ത വർഷം സ്പ്രിംഗ് ആകുമ്പോഴാണ് നമ്മളിത് പുറത്തിറക്കുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ ഈ മുല്ലയൊക്കെ ഒന്ന് ട്രിം ചെയ്യും. പിന്നെ ചെടിച്ചട്ടിയെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യും. പിന്നെ ഈ പഴയ മണ്ണൊക്കെ കുറച്ച് മാറ്റിയിട്ട് പുതിയ മണ്ണ് ചേർത്ത് കൊടുക്കും. കാരണം ഈ പ്രാണികളുടെ മുട്ടയൊന്നും ഇല്ലാതെ അതൊന്നും പ്രാണികളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണം. പിന്നെ ഈ താഴെ ഇരിക്കുന്ന ചെടികളൊക്കെ ഇനിയും ഞാനൊന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ ചെടിച്ചട്ടിയൊക്കെ പുറമേ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇനി അകത്തോട്ട് കയറ്റാൻ പോകുന്നത്. പിന്നെ ഇനി കരിഞ്ഞു പോയ ചെടികൾ, ഈ പൂവൊക്കെ പിടിച്ച് സീസൺ കഴിഞ്ഞ് അതെല്ലാം ഇനി വെട്ടി വൃത്തിയാക്കി അടുത്ത ദിവസം ട്രാഷ് എടുക്കാൻ ആൾ വരും. അപ്പോൾ അതിന് മുന്നേ നമുക്കതെല്ലാം വെട്ടി ബാഗിലാക്കണം. ഇപ്പം നന്നായിട്ട് ഇലകളെല്ലാം കൊഴിഞ്ഞു. ഫുള്ള് നമ്മുടെ ഭയങ്കര കാറ്റാണ്, നല്ല തണുപ്പും നല്ല കാറ്റുണ്ട്. അപ്പോൾ ചെറിയൊരു വെയിൽ, ഇപ്പോൾ ചെറിയൊരു ചൂട് വരുന്ന സമയത്ത് ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പുറത്തിറങ്ങിയിട്ട് അതാണ് ഇന്നത്തെ പരിപാടി. ഒരു 3 ആഴ്ച മുമ്പ് ഈ മുല്ല നിറച്ച് പൂവായിരുന്നു. അപ്പോൾ ആ പൂ കൊഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെട്ടിയതാണ്. വീണ്ടും അത് കിളിർത്ത് വന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലപോലെ വീണ്ടും വെട്ടിയിട്ടാണ് അകത്തേക്ക് ആക്കിയത്. അപ്പോൾ ഇത് ആ കോസ്കോയിലെ വലിയ ചട്ടിയുണ്ട്. അപ്പോൾ അത് നിറച്ച് മണ്ണും കൂടെ ഉള്ളതുകൊണ്ട് നല്ലപോലെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നത്ര അടുത്തോട്ട് ഞാൻ എടുത്ത് അകത്ത് വെച്ചു. അപ്പോൾ ഇനി ഇത് അരഞ്ചേട്ടൻ വന്നിട്ട് എല്ലാം അപ്പൂസ് എടുക്കാത്ത രീതിയിൽ, വെയിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു റൂമിലോട്ടായിട്ട് മാറ്റണം. ഒന്നും പറയാതെ നോക്കിയിട്ട് പോയി. നമുക്കിവിടെ 3 മാസമാണ് നല്ലൊരു കാലാവസ്ഥയുള്ളത്. അതിൽ ആദ്യത്തെ ഒരു മാസം നമ്മളിങ്ങനെ പച്ചക്കറിയുടെ വിത്തൊക്കെ ഇട്ട് കിളിക്കുന്നതിനായിട്ടുള്ള ഒരു സമയമാണ്. പിന്നുള്ള 2 മാസമാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കായ്ഫലങ്ങൾ കിട്ടുന്നത്. അതിനുശേഷം തണുപ്പ് തുടങ്ങുമ്പം ഈ ചെടികളും ഇതെല്ലാം അങ്ങ് നശിച്ചു പോവും. പിന്നെ ആ വിത്തൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ അടുത്ത വർഷം വീണ്ടും ചെയ്യണം. അപ്പോൾ തണുപ്പ് തുടങ്ങി ഇതൊക്കെ നശിച്ചു പോകുന്നതിന് മുന്നേ അവസാനത്തെ ബാച്ചെല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കണം. ഇതൊരു ഒറ്റ മൂട് പാവലായിരുന്നു. ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പാവയ്ക്ക കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ വെള്ളപ്പാവലൊന്നും മേടിക്കാൻ കിട്ടത്തില്ല. പച്ച പാവയ്ക്കയാണ് ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുന്നത്. വളരെ ചെറിയ കയ്പുള്ള പാവയ്ക്ക. ഇനി ഇതെല്ലാം നിന്ന് കഴിഞ്ഞാൽ തണുപ്പ് പിടിച്ചതൊക്കെ അങ്ങ് നശിച്ചു പോവും. ഈ ഒരു പാവയ്ക്ക നമ്മുടെ വെള്ളപ്പാവൽ തന്നെയാണ്. പക്ഷേ ഇത് കുരുവില്ല ഇതിന്. ചിലതിൽ കുരു കാണും, ചിലതിൽ ഒരു കുരുവും കാണത്തില്ല. ഇത് ആദ്യത്തെ ബാച്ചൊക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ ഒരു പടവലങ്ങയുടെ സൈസ് പാവയ്ക്കയായിരുന്നു. അപ്പം നല്ല നീളവും നല്ല വണ്ണവും ഉള്ള ഒരു ടൈപ്പ് വെറൈറ്റിയാണിത്. ഇതിനധികം കുരുവില്ല. ഒരു 3 4 കുരു മാത്രമേ ഉള്ളൂ. അതുപോലെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് കണ്ടില്ലേ, എൻ്റെ കൈയുടെ മുക്കാലും നീളമുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നിർത്തിയിരുന്നെങ്കിൽ നന്നായിട്ട് വലിപ്പം വെച്ചേനെ. ഇപ്പം എൻ്റെ കൈമുട്ടിനേക്കാളിലും നീളമുണ്ട്. വേറൊരു കാര്യമുണ്ട്. അപ്പം ക്രിസ്മസ് വരുവാണല്ലോ. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ്
വൈനിലോ അല്ലെങ്കിൽ ആൽക്കഹോളിലൊക്കെ സോക്ക് ചെയ്ത് വെക്കേണ്ട സമയമാണ്. അപ്പോൾ എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലത്. അപ്പം മറന്നു പോവാതെ എല്ലാവരും അതൊന്ന് ചെയ്തേക്കണം. ഇപ്പം എൻ്റെ റെസിപ്പി അല്ല, വേറെ ആരുടെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താലും സോക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. മറന്നു പോവാതെ ചെയ്യണേ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടി ക്ലീൻ ചെയ്ത് ബാഗിലാക്കി. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നിയാലും കുറച്ച് മുഷിച്ചിലുള്ള പണി തന്നെയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പച്ചക്കറിയൊക്കെ ഞാൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അപ്പൂസിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് അവർക്കുള്ള ഫുഡ് കൊടുത്തു. അവർക്ക് ചെറുപയർ പൊടിച്ചതും പൊടിയരിയും കൂടി ഇട്ടിട്ടുള്ള കഞ്ഞിയായിരുന്നു, ക്യാരറ്റൊക്കെ ഇട്ടിട്ട്. അങ്ങനെ പുറത്ത് കുറച്ച് ക്ലീനിങ്ങും പിന്നെ വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അകത്ത് വന്നപ്പോഴത്തേക്ക് അപ്പൂസ് നല്ല കിടിലം പണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വെച്ച ചെടിച്ചട്ടിക്കുള്ളിലുള്ള മണ്ണ് എവിടെയൊക്കെ നിരത്താവോ അതെല്ലാം നിരത്തി നന്നായിട്ട് അഴുക്കാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വെളിയിൽ അത്യാവശ്യം തണുപ്പായപ്പോൾ പിള്ളേരെ രണ്ടിനെയും കൂടെ അകത്ത് കയറ്റി. എന്നിട്ട് അമ്മൂസിനെയാണ് ഞാൻ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അമ്മൂസ് അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അപ്പൂസ് എന്താ ചെയ്തെന്ന് അറിഞ്ഞതേയില്ല. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സ് നമ്മൾ ഈ മണ്ണ് ചെടിക്ക് ഇടാനായിട്ട് വാങ്ങിക്കുന്നതാണ്. ഒരു കറുത്ത നിറത്തിലാണ്. അപ്പോൾ അത് ഈ കാർപ്പറ്റിലൊക്കെ ആകുമ്പോൾ ഒരു കളർ പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്തു. അപ്പോൾ പിന്നെ ആ ചെടിയെല്ലാം എടുത്ത് ഞങ്ങൾ വെയിൽ കിട്ടുന്ന രീതിയിൽ പലയിടത്തായിട്ട് കൊണ്ടുവച്ചു. പിന്നെ സോഫയൊക്കെ ഫുൾ അഴിച്ച് അതിനകത്തുനിന്ന് മണ്ണെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് ഫുള്ള് സാനിറ്റൈസ് ചെയ്തു. പിന്നെ കാർപ്പറ്റ് മൊത്തം നമുക്ക് കാർപ്പറ്റ് വാഷ് ചെയ്യാനൊരു മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളവും ഷാമ്പുവും ഒക്കെ നിറച്ചിട്ട് 2-3 റൗണ്ട് കഴുകി. അങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. പക്ഷെ ഒരു ചെറിയൊരു ഒരു ഈർപ്പം പോലെ കാർപ്പറ്റിൽ വരും. അപ്പോൾ അതൊരു 1-2 മണിക്കൂർ കൊണ്ട് അങ്ങ് ഉണങ്ങി കിട്ടും. തണുപ്പായതുകൊണ്ട് കുറച്ച് അത്ര സമയം എടുക്കും. ഇപ്പോൾ ചൂട് സമയമൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 3 കറികളാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ തക്കാളി ഒഴിച്ചുകറി, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ഇടിച്ചക്ക തോരൻ. ഇടിച്ചക്ക നമ്മുടെ ഫ്രോസൺ ഡെയിലി ഡിലൈറ്റിൻ്റെ ഇടിച്ചക്ക വാങ്ങിയിട്ട് തോരനാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് 3 ഞാൻ നേരത്തെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഞങ്ങളങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം കാർപ്പറ്റിൽ ചെറിയൊരു ഈർപ്പം കാണും. അപ്പോൾ അപ്പൂസ് ഇവിടെ എല്ലാം ഓടി നടക്കും. പിന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് പുറത്ത് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങി കിട്ടും. ഇനിയിപ്പം ഹാലോവീൻ വരുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗുഡി ബാഗിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ഇട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. അതുപോലെ തിരിച്ച് അവരും തരും. അപ്പം അത് ഞാൻ ഇപ്പോൾ കടയിലൊന്നും അങ്ങനെ പോകാത്തതുകൊണ്ട് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം അറ്റ് ഹോം എന്ന് പറഞ്ഞ ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു വീട് അലങ്കരിക്കുന്നതിന് വേണ്ട സകലമാന സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണിത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആ 4 സീസണും കറക്റ്റ് ആയിട്ടുണ്ട്. സ്പ്രിങ്, സമ്മർ, ഫോൾ ആൻഡ് വിന്റർ, ഈ 4 സീസണും കറക്റ്റ് ഉണ്ട്. അപ്പം ഈ ഒരു ഫോൾ സീസൺ ആകുമ്പം ഇവിടുത്തെ മരത്തിന്റെ ആ പച്ച ഇലയുടെ നിറമെല്ലാം മാറി മഞ്ഞ, ഓറഞ്ച്, മെറൂണ്, ചുവപ്പ് ഈ ഒരു നിറത്തിലോട്ട് മാറും. അപ്പം ആ നിറമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സാണ് ഇതൊക്കെ. പിന്നെ വീടൊക്കെ ലൈറ്റ്സ് അപ്പ് ചെയ്യാനുള്ള ലൈറ്റുകൾ, ഡോറിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന റീത്ത്, അങ്ങനെ വീട്ടിലേക്ക് ഈ ഒരു സീസണിൽ വേണ്ട സകല ഐറ്റംസും ഉണ്ട്.
was a jester from Dallas who admittedly acted quite casual. When a passerby came as part of his game, he treated them with pestilent malice. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ സാധാരണ ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ്, സെന്റ് പാട്രിക് ഡേ അല്ലെങ്കിൽ മെമ്മോറിയൽ ഡേ, ജൂലൈ 4th, വാലന്റൈൻസ് ഡേ അങ്ങനെ ഓരോ ഇതിനും അതിൻ്റേതായ ഒരു റീത്ത് ഇങ്ങനെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വെക്കും. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് വെച്ചിരുന്നത് സ്പ്രിങ്ങിൽ. ഇനി ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഫാൾ സീസണിൻ്റെ റീത്ത് എടുത്ത് വെക്കാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓട്ടം സീസണിനാണ്. കൂടുതലും അമേരിക്കയിൽ ഇല കൊഴിയുന്ന സമയം ആയതുകൊണ്ട് ഇവിടെ അതിന് ഫാൾ സീസൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി കുറച്ച് സ്ട്രിംഗ് ലൈറ്റ് വെച്ചിട്ട് എല്ലായിടും ഒന്ന് ലൈറ്റ്സ് അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വിക്ടോറിയൻ പാംബ്രസ് എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂമായിരുന്നു അമ്മൂസിന് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് അമ്മൂസിന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വേണം സ്കൂളിൽ പോകാൻ. അപ്പോൾ ഹാലോവിൻ്റെ ദിവസം അവധിയാണ്. അപ്പോൾ 2 ദിവസം മുമ്പേ ആണ് ഇതിൻ്റെ പരിപാടി സ്കൂളിൽ. ഇതാണ് ആമസോണിൽ വാങ്ങിച്ച കുട്ടി ബാഗ്. അപ്പോൾ ഇതിൽ കുറച്ച് ഗിഫ്റ്റൊക്കെ ഇട്ടിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. അപ്പോൾ അമ്മൂസ് നാളെ ഇതൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ആയിട്ട് ഇതിലെല്ലാം നിറച്ച് വെച്ചു. അപ്പോൾ ഞാനിനി അതൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തിരിച്ചും ഇതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടുന്ന കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെറിയ സാധനം കിട്ടിയാൽ തന്നെ അവർ ഹാപ്പി ആയിരിക്കും. സ്കൂളിൽ കൊണ്ടുപോകുന്ന കാരണം നമുക്ക് ചോക്ലേറ്റ്സ്, ക്യാൻഡി അങ്ങനെ കഴിക്കുന്ന സാധനങ്ങളൊന്നും കൊടുത്തു വിടാൻ പാടില്ല. അല്ലാതെ ഈ ഹാലോവിൻ സമയത്ത് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് കിട്ടും ഇങ്ങനെ ഗിഫ്റ്റ് ബാഗിൽ നിറയ്ക്കാനായിട്ട്. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലൊക്കെ പോയി ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എനിക്ക് എല്ലാം ഫ്രണ്ട്സും കൂടെ കൂട്ടിയിട്ട് എനിക്കൊരു ഫുൾ ബാഗ് ഒരു യെല്ലോ സ്കെലട്ടൻ, കുറേ ടാറ്റൂസ്, എന്നിട്ട് ഇതിനകത്തൊരു വിച്ച്, funny sticky witch, എന്നിട്ട് 2 monster teeth. വായിൽ വെക്കരുത് കേട്ടോ, വാഷ് ചെയ്യണം. ഓക്കെ ഒരു ചെറിയ നോട്ട് പാഡ്. ഹാലോവിൻ തീം അനുസരിച്ചിട്ടുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഇതുപോലെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഹാലോവിൻ്റെ ദിവസം എത്തി. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കോസ്കോയിൽ നിന്ന് എറിഞ്ചേട്ടൻ വാങ്ങിയിട്ട് വന്നു. ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഇന്ത്യൻ സ്വീറ്റ്സും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ ഒക്കെ ആകുമ്പം നവംബറിലെ ദീപാവലിയോടനുബന്ധിച്ച് കുറച്ച് ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ കോസ്കോയിൽ വരും. കോസ്കോ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഹോൾസെയിൽ ഷോപ്പാണ്. ഞങ്ങൾ വന്ന സമയത്തൊന്നും അങ്ങനെ ഇന്ത്യൻ സാധനങ്ങൾ അവിടെ കിട്ടത്തില്ലായിരുന്നു. ഇപ്പം അടുത്തിടയ്ക്കായിട്ട് കുറേ അത്യാവശ്യം നമ്മുടെ പരിപ്പ് വർഗ്ഗങ്ങളും പച്ചരി, ബസ്മതി അരി, ഗോതമ്പ് പൊടി, ഇന്ത്യൻ തൈര്, നാന്, ചപ്പാത്തി അങ്ങനെയുള്ള കുറച്ച് ഇന്ത്യൻ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ ട്രിക്ക് ഓർ ട്രീറ്റിന് വരുന്ന കുട്ടികൾക്കുള്ള ചോക്ലേറ്റ്സ് വേണം. അതും കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ട്രെയിൽ ഇട്ട് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ വീട്ടിലില്ല, വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലാണ് പോകുന്നത്. അവിടെ ആകുമ്പോൾ അമ്മൂസിൻ്റെ പ്രായത്തിലുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെയാണ് ട്രിക്ക് ഓർ ട്രീറ്റിന് പോകുന്നത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ ഒരു വലിയ ട്രെയിൽ വെച്ചു. അമ്മൂസ് ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഒക്ടോബർ 31-നാണ് നമ്മൾ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം ഇങ്ങനെ കുട്ടികളും മുതിർന്നവരും ഒക്കെ പലതരം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ട്രിക്ക് ഓർ ട്രീറ്റ് പറഞ്ഞൊരു ഒരു ചെറിയൊരു ബക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുമായിട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് കുറേ മിഠായിയൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് എത്ര വേണേലും പോവാം. അത് കൂടുതലും വീടുകൾ ഡെക്കറേറ്റ് ചെയ്ത് ഇപ്പം പംകിനും ലൈറ്റും ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത വീടുകളിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്യാത്തവരും ഉണ്ട്.
സാധാരണയായിട്ട് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഈ ട്രിക്ക് ഓർ ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് റോഡ് നിറച്ച് കുട്ടികളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർ വലിയ ബാഗൊക്കെ ആയിട്ടായിരിക്കും ഇതിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവർ പോയി മാക്സിമം എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാവോ അതെല്ലാം എടുക്കും. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരും ടയേർഡാവും, പിന്നെ നല്ല തണുപ്പുണ്ട്. അപ്പം നമ്മൾ അവരുടെ കയ്യിലുള്ള ചെറിയൊരു ബക്കറ്റ് നിറയുമ്പം തിരിച്ചിഞ്ഞ് പോരും. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര രസമുള്ള ഒരു സമയമാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവിടെ ബാക്കി ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. എല്ലാരും പറയുന്ന അച്ഛന്മാരെ കൂട്ടാം. Are you a big Marshall fan? Wow, Marshall shoes, Marshall costume. Let me see your face. Yeah, so when it's all done, most guys are You like Skittles? There you go. Thank you. There you go. You like Skittles? Okay. There There you go. Thank you. You're welcome. Did you get some? How about Skittles? Yeah. All right. Awesome. Thank you. You're welcome. Happy Halloween. Happy Halloween. Bye. മൊത്തം പേടിപ്പിച്ചു വെച്ചേക്കാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വൈകിട്ടത്തേക്ക് എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. മറ്റേത് ഇച്ചിരി കൂടെ ആകട്ടെ. Hey! We're playing this. കുട്ടികളൊക്കെ ആ ട്രിക്ക് ഓർ ട്രീറ്റ് പോയി വന്നതിൻ്റെ ഒരു ആവേശത്തിലാണ് കുറച്ച് ക്യാൻഡിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ ഹാലോവീനും കഴിഞ്ഞു. പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന കാരണം അപ്പൂസ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി കൂടുതൽ റെസിപ്പികളും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.